الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അവനെ വേണ്ട വിധം തഖ്വ ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നാമമാണ് ഹസീബ് എന്നത്. അള്ളാഹു ഹസീബാണ്. ഹസീബ് എന്നതിന് പല അർത്ഥവും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഹസീബാണ്. അള്ളാഹു ഒരു മുഅ്മിനിന്റെ എല്ലാ കാര്യത്തിനും മതിയായവനാണ്. അള്ളാഹു ഹസീബാണ്. അള്ളാഹു സൃഷ്ടികളെ വിചാരണ ചെയ്യുന്നവനാണ്. അള്ളാഹു ഹസീബാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും കൃത്യമായി കണക്ക് കൂട്ടുന്നവനാണ്. ഇതൊക്കെ ഹസീബിന്റെ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഇതേ നാമം പലയിടങ്ങളിലായി പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. കഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു തന്നെ ഹസീബായി മതി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ ഒരു വചനം കാണാം: വൈദാ ഹയ്യീതും ബിതഹിയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. വൈദാ ഹയ്യീതും ബിതഹിയ്യത്തിൻ, നിങ്ങളോട് ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ, നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ, ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, നിങ്ങൾ അതിനേക്കാൾ നന്നായി തിരിച്ചവരോട് അഭിവാദ്യം ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കുറച്ചും കൂടെ നന്നായി അഭിവാദ്യം തിരിച്ചു പറയുക. അല്ലെങ്കിൽ ഔറുദ്ദൂഹ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തന്നെ കൃത്യമായി അങ്ങോട്ടേക്ക് തിരിച്ചു പറയുക. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്: ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഹസീബ, അല്ലാഹു എല്ലാ കാര്യത്തെയും കൃത്യമായി ഹസീബൻ, കണക്ക് കൂട്ടുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അതെന്തുകൊണ്ട് പറഞ്ഞു എന്നതുകൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ആളുകളോട് സലാം പറയാറുണ്ട്, നമ്മൾ ആളുകളോട് ചിരിക്കാറുണ്ട്. പക്ഷേ സലാം പറയുമ്പോൾ പോലും ചില ആളുകൾ പറയുന്നവരോട് മനസ്സിൽ ദേഷ്യമുള്ളവനായിരിക്കും, പറയുന്നവനോട് മനസ്സിൽ വിദ്വേഷമുള്ളവനായിരിക്കും, പകയുള്ളവനായിരിക്കും. നിങ്ങൾ സലാം പറഞ്ഞു, ശരി, പക്ഷെ അത് യഥാർത്ഥ അർത്ഥത്തിലാണോ പറഞ്ഞത്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഹസീബ, അത് അല്ലാഹുവാണ് കൂട്ടുന്നത്. നമ്മൾ ആളുകളോട് ചിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ചിരിയും നമ്മുടെയൊക്കെ സലാമും നമ്മുടെയൊക്കെ ഇടപാടുകളൊക്കെ യാന്ത്രികമായി മാറുകയാണ്. ആളുകളോട് മനസ്സ് തുറന്ന് ചിരിക്കാൻ, സലാം പറയാൻ ഇതൊന്നും നമുക്ക് കഴിയുന്നില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഹസീബ, നിങ്ങൾ പറയുന്നത് ശരി, നിങ്ങൾ ചിരിക്കുന്നത് ശരി, നിങ്ങൾ ഇടപെടുന്നത് ശരി, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹു കണക്കൂട്ടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന ഒരു ചരിത്ര സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. എല്ലാ മുഅ്മിനീങ്ങളും പ്രവാചകൻ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരാൾ വരാനുണ്ട് എന്ന് നാട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കാണല്ലോ. സ്വാഭാവികമായി യഹൂദരും മദീനയെ താമസിക്കുന്നുണ്ട്. അവരും ഇതാരാ വരുന്നത് എന്ന് വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അതിൽ ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ബിൻ സലാം അദ്ദേഹം പറയാണ്, ഇങ്ങനെ പ്രവാചകൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാംക്ഷയോടെ കാത്തു നിന്നു. അവസാന പ്രവാചകൻ വന്നു. ഈ പ്രവാചകൻ പറയുന്ന ആദ്യത്തെ സന്ദേശം എന്താണ് എന്നതായിരുന്നു എന്റെ ഫോക്കസ്. പല ആളുകളും പലതാണല്ലോ ഫോക്കസ് ചെയ്യാൻ. അദ്ദേഹം പണ്ഡിതനാണ്. ഇദ്ദേഹം പറയാം, പ്രവാചകൻ പറയുന്നത് മദീനയോട്
മദീനയോട് വന്നിട്ട് പ്രവാചകൻ പറയുന്ന ആദ്യത്തെ സന്ദേശം എന്താണ്? ഞാൻ നോക്കിയപ്പോൾ പ്രവാചകൻ പറയാണ്, അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ശുസ് സലാം, നിങ്ങൾ സമാധാനം വർദ്ധിപ്പിക്കുക എന്നതിനർത്ഥം പറയാം. നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, പരസ്പരം സലാം പറയുക. നമ്മൾ ആലോചിച്ചു, ഇസ്ലാം എന്ന് പറയുന്നത് സലാമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ നാട്ടിലേക്ക് വന്നിട്ട്, മദീന എന്ന് പറയുന്ന പിൽക്കാലത്ത് ഇസ്ലാമിക രാഷ്ട്രമായി മാറിയ ഒരു നാട്ടിലേക്ക് വന്നിട്ട് അതിൽ പല ആളുകളും ജീവിക്കുന്നുണ്ട്. അവരോടൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം അഫ്ശുസ് സലാം, നിങ്ങൾ സലാം പരസ്പരം പറയുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളിൽ ആരും മുഅ്മിനീങ്ങളാവുകയില്ല പരസ്പരം സ്നേഹമുണ്ടാകുന്നത് വരെ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാവുകയില്ല പരസ്പരം സലാം പറയുന്നവരെ. അതിന്റെ അകക്കാമ്പ് നമ്മൾ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള സലാമല്ല, മനസ്സുകൊണ്ടുള്ള സലാം. നിങ്ങൾ സലാം പറയാതെ നിങ്ങൾ സ്നേഹിക്കുകയില്ല. കുറച്ചുകൂടെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നമ്മൾ വിശ്വാസികളാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരസ്പരം സ്നേഹമില്ല, വെറും പുന്നായമാണ്, കുശുമ്പാണ്, അസൂയയാണ്, പകയാണ്, പിന്നെ ഈമാനൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ വിശ്വാസികളാവില്ല പരസ്പരം സ്നേഹമുണ്ടാകുന്നത് വരെ എന്നതാണ്. അവിടെ അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഹസീബ, നിങ്ങൾ പറയുന്ന വാക്കുകളും പ്രവർത്തികളും അതെന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം. വകഫാ ബില്ലാഹി ഹസീബ, ഒരു മുഅ്മിനിന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ അള്ളാഹു മാത്രം മതി. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, വകാന ആഖിറു ഖൗൽ ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം തീയിലിട്ടപ്പോൾ പറഞ്ഞ വാക്ക്, അദ്ദേഹം പറഞ്ഞ അവസാന വാക്ക് നമുക്കറിയാം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ? ഉഹദിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഉഹദ് യുദ്ധത്തെ കുറിച്ച് എപ്പോഴും നമ്മളുടെ ഒക്കെ ഒരു വായന ഉഹദ് വലിയ പരാജയമായിരുന്നു എന്നാണ്. പക്ഷെ കുറെ കൂടെ അതിന്റെ പിന്നാമ്പുറത്തുള്ള ചരിത്രം കൂടെ നമ്മൾ വായിക്കണം. കുറച്ചുകൂടെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് എന്താണ് ശേഷം നടന്നത് എന്നുകൂടെ വായിക്കുമ്പോഴാണ് ഉഹദ് പരാജയമായിരുന്നില്ല, ഉഹദ് വിജയമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്തായിരുന്നു വിജയം? ഉഹദിൽ ആദ്യ പരാജയം ഉണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. കാരണം സഹാബാക്കൾ, ചില ആളുകൾ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കൽപ്പന, ഒരുപക്ഷെ അവരുടെ ഇജ്തിഹാദായിരിക്കാം, യുദ്ധം കഴിഞ്ഞു എന്നാണ് അവർ വിചാരിച്ചത്, അങ്ങനെയുള്ള അവരുടെ വിചാരമായിരിക്കാം. നമ്മൾ അങ്ങനെയാണ്, സഹാബാക്കളെ കുറിച്ച് പോലും നമ്മൾ നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ആൽ ഇംറാനിലാണ് ഉഹദിന്റെ കഥ പറയുന്നത്. ചില ആളുകൾ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് ശരി, പക്ഷെ ആ ആളുകളുടെ പേരൊന്നും ഖുർആൻ പറയുന്നില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ പേര് നോട്ടീസ് ചെയ്യാനാണ് നമുക്ക് വലിയ ധൃതി. ആൽ ഇംറാനിൽ ചില ആളുകളെ കാരണമാണ് തോറ്റത്, ശരി, ആളുകളുടെ പേര് എവിടെയും ഖുർആൻ പറയുന്നില്ല. അവരിൽ മിസ്റ്റേക്ക് പറ്റിയും ശരിയാണ്. പക്ഷേ പിന്നീട് ചരിത്രം മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഇന്നും നമ്മൾ മദീനയിൽ പോയാൽ, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരല്പം സഞ്ചരിച്ചാൽ ഉഹദ് മല കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഉഹദ് മല കഴിഞ്ഞാൽ ഒരല്പം മാത്രമാണ് മദീനയിലേക്കുള്ളത്. ശരി, ഈ പറഞ്ഞ ശത്രുക്കൾക്ക് അത്രയും ധൈര്യമുണ്ടായിരുന്നെങ്കിൽ, ഉഹദിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അവർ വീമ്പ് പറയുന്നതെങ്കിൽ, കുറച്ചും കൂടെ അങ്ങോട്ട് കടന്ന് മദീനയെ അവർക്ക് അറ്റാക്ക് ചെയ്യാമായിരുന്നല്ലോ. കിലോമീറ്റർ പോലുമില്ല. ഇന്ന് മദീനയിൽ ഇന്ന് കുറെ കൂടെ വിപുലമായിട്ട് മസ്ജിദ് നബിയിൽ നിന്ന് ഇന്റർലോക്ക് ഒക്കെ വിരിച്ച ഒരു പാതയിലൂടെ നടന്നാൽ ഉഹദ് മലയെത്തും. എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്രോസ് ചെയ്ത് മദീനയെ അറ്റാക്ക് ചെയ്യായിരുന്നു. പക്ഷെ അവർക്ക് ധൈര്യമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂറത്ത് ആൽ ഇംറാൻ പറയുന്നുണ്ട്, ചില ആളുകൾ ചില കിംവദന്തികൾ പരത്താണ്, ഇതാ ആ ശത്രുക്കൾ വീണ്ടും നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പോലും മുഅ്മിനീങ്ങളോട് പറഞ്ഞു. മുഅ്മിനീങ്ങൾ മദീനയിലേക്ക് എത്തി. അപ്പോഴാണ് പറയുന്നത്, അവർ പോയിട്ടില്ല, നിങ്ങളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാത്രമല്ല, ഫഖ്ശൂഹും, നിങ്ങൾ പേടിച്ചോളി എന്നാണ് അവരോട് പറയുന്നത്. അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, പേടിച്ചോളി എന്നാണ് പറയുന്നത്. ഫസാദഹും ഈമാന, അവർ പേടിച്ചില്ല, മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹു നമുക്ക് മതിയായവനാണ്, വനിഅമൽ വക്കീൽ, നമ്മൾ തവക്കുൽ ചെയ്യാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു മാത്രമാണ്. വഖാലു, അവർ പറഞ്ഞു എന്നാണ്. അവർ പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ നടന്നത്? ഇവർ വീണ്ടും അതേ ഉഹദിലേക്ക് പോയി എന്നാണ് ചരിത്രം. ഈ ചരിത്രം പലപ്പോഴും നമുക്കറിയില്ല. ഉഹദിൽ നിന്ന് മുസ്ലിങ്ങളെ തുരത്തി ഓടിച്ചു എന്ന് പറഞ്ഞ ശത്രുക്കൾ തിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉഹദിലേക്ക് തിരിച്ചു പോയപ്പോ പിന്നെ അവരവിടെ കാണാനില്ല. അവര് പേടിച്ചു പോയി എന്നാണ് ചരിത്രം. അതുകൊണ്ടാണ് ഉഹദ് വിജയമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. സൂറത്ത് ആൽ ഇംറാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഒരായത്ത് നമുക്ക് കാണാം, അങ്ങനെ അവർ ഹസ്ബുനല്ലാഹ് പറഞ്ഞല്ലോ,
നിഅമൽ വക്കീൽ എന്നവർ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടം എന്താണ്? അള്ളാഹുവിന്റെ നിഅമത്തുകൾ കിട്ടി, അവർ ആ യുദ്ധത്തിൽ വിജയിച്ച് തിരിച്ചു മടങ്ങി എന്നാണ് ഖുർആൻ പറയുന്നത്. ലം യംസസ്ഹും സൂഉൻ, അവർക്കൊരു പ്രയാസവും നേരിടേണ്ടി വന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ലഭിച്ചു എന്നാണ്. ഞാനിത് പറഞ്ഞത് അവർ ജയിച്ചത് ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് മതി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ നാലാളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിടുക്ക് കൊണ്ടാണ് എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുക. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹു തന്ന വരദാനമാണ്. അതുകൊണ്ടാണ് മറ്റൊരു യുദ്ധത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞു. ഖുർആൻ എല്ലാ യുദ്ധത്തെക്കുറിച്ചും പറയാനല്ല, ഖുർആനിലെ ഒരു ആക ചിത്രം എന്ന് പറയുന്നത്, പാഠമുള്ളത് ഖുർആൻ പറയാണ്. അതുകൊണ്ടാണ് ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഹുനൈനിൽ 12,000 മുസ്ലിങ്ങളുണ്ട്, ബദറിൽ 300 സംതിങ് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ബദറിൽ മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഉഹദിൽ 700 ചില്ലറ മുസ്ലിങ്ങളേ ഉള്ളൂ. ഉഹദിൽ മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. 12,000 മുസ്ലിങ്ങളുള്ള ഹുനൈനിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട് ഓടുകയാണ്, പേടിച്ചുപോയി. കാരണം 4 ഭാഗത്ത് നിന്ന് അറ്റാക്ക് വന്നു. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, 12,000 ആളുകളെയും കൊണ്ട് ഉഹദിന്റെ രണ ഭൂമിയിലേക്ക് പോകുമ്പോൾ മുസ്ലിങ്ങൾ പറയാണ്, ആള് കുറവാണ് എന്നതുകൊണ്ട് നമ്മൾ ഇന്ന് തോക്കാനൊന്നും പോകുന്നില്ല. കാരണം അത്ര ആളുണ്ട്. 300 ജയിച്ചല്ലോ, 700 ജയിച്ചല്ലോ, 12,000 നമ്മൾ എന്ത് പേടിക്കാനാണ്? അവരുടെ സംഘശക്തിയിൽ അവരൊന്ന് അഹങ്കരിച്ചു പോയി. അഹങ്കരിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, ഒന്ന് അഭിമാനിച്ചു പോയി. അപ്പോഴാണ് സൂറത്ത് തൗബയിൽ അല്ലാഹു പറയാം, നിങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ കുറച്ചൊക്കെ ഒന്ന് തിരക്കേടില്ല എന്ന് നിങ്ങൾ കരുതിയല്ലോ, ആ സമയത്ത് അവർക്ക് പരാജയം സംഭവിക്കുകയാണ്. എന്തിന്? ഇതൊന്നും നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടല്ല, അള്ളാഹുവാണ് വിജയം തരുന്നത് എന്ന് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ആളുകളുടെ ബാഹുല്യമല്ല, സംഘശക്തിയല്ല. ഒരു കവി പാടുന്നുണ്ട്, തലൂമു അന്ന ഖലീലുൻ അദീദുന. ഒരു പെണ്ണ് നമ്മളെ കുറിച്ച്, നമ്മുടെ ഗോത്രത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് വലിയ സംഘശക്തിയൊന്നും ഇല്ലല്ലോ. ഇന്ന് പലപ്പോഴും ആളുകൾ സംഘശക്തി കൂടുമ്പോൾ, സംഘടന വലുതാവുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല നമ്മുടെ അഭിമാനം. അതേപോലെ ഫഖുൽതു ലഹാ അന്നൽ കിറാമ ഖലീലു, ഞാൻ അവളോട് പറഞ്ഞു, അന്നൽ കിറാമ ഖലീലു, പലപ്പോഴും മാന്യന്മാർ, നല്ല ആളുകൾ അവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അൽ കരീമു ഖലീലു, മാന്യന്മാർ പലപ്പോഴും കുറച്ച് ആളുകൾ ഉണ്ടാവുകയുള്ളൂ. ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് മതി. കുറെ ആളുകൾ ഉണ്ടായി എന്നതുകൊണ്ടല്ല. 12,000 ആളുകൾ ഹുനൈനിൽ ഉണ്ടായിരുന്നല്ലോ. വിജയം ആദ്യം ആർക്കായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കൂ. അവിടെയാണ് നമ്മുടെയൊക്കെ വിജയം നിർണ്ണയിക്കുന്നത്, നമുക്കൊക്കെ നമ്മുടെ കാര്യം നടത്തി തരുന്നത് അത് ഹസീബായ അള്ളാഹുവാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മതി. നമ്മൾ അള്ളാഹുവിനെ അങ്ങനെയാണ് തവക്കുൽ ചെയ്യുന്നതെങ്കിൽ എന്നാണ്. മറ്റൊരർത്ഥം കൂടെ നമ്മൾ കാണുന്നുണ്ട്, അള്ളാഹു ഹസീബാണ്, അള്ളാഹു വിചാരണ ചെയ്യുന്നവനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഹിജ്റിൽ, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, ഞാൻ എല്ലാ മനുഷ്യരോടും ചോദിക്കുക തന്നെ ചെയ്യും. ഖുർആൻ പറയാൻ, അമ്മാ കാനൂ യഅമലൂൻ, അവരെന്താണോ ചെയ്തത് അള്ളാഹു ചോദിക്കും. വല്ലാതെ അർത്ഥമുള്ള ഒരു ആയത്താണ്. എല്ലാവരോടും ചോദിക്കും. എന്തെങ്കിലും ശുപാർശ കത്ത് കൊണ്ടുവന്നിട്ട് ചോദ്യം ഒഴിവാക്കാൻ കഴിയില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ദുനിയാവിന്റെ സിസ്റ്റത്തിൽ അതൊക്കെ നടക്കും. എല്ലാവരോടും ചോദിക്കും. ആരാ ചോദിക്കുന്നത്? നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ? നമ്മളോട് ആരാ ചോദിക്കുക? കളവ് പറയാൻ കഴിയൂ? ചെയ്തില്ലെന്ന് പറയാൻ കഴിയൂ? മനസ്സുകൊണ്ട് പോലും നിഷേധിക്കാൻ കഴിയൂ? ഇതൊന്നും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സന്നിധാനത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കും, അമ്മാ കാനൂ യഅമലൂൻ, നീ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. കാരണം 19 കൊല്ലമായല്ലോ ജീവിക്കുന്നത്. ഇന്നലെ ചെയ്തതുപോലും നമുക്ക് ഓർമ്മയില്ല. എത്ര തിന്മകൾ എല്ലാം അള്ളാഹു ചോദിക്കും. അജ്മഈൻ, എല്ലാവരോടും അള്ളാഹു ചോദിക്കും. അതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പറ്റി ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് പറയുന്നുണ്ട്, അബ്ദുൽ അസീസ് അന്ന് വലിയ ഒരു വിസ്താരമുള്ള ഒരു നാടിന്റെ ഖലീഫയാണ് ഉമർ. 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹം രാത്രി മുഴുവൻ കരയാണ്. എന്താ കരച്ചിലിന്റെ കാര്യം? ഭാര്യ ചോദിച്ചു, ദഅനി വശഅനി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിന്നോട് പറയേണ്ട കാര്യമല്ല, എന്നെ അലട്ടുന്ന പല പ്രശ്നമുണ്ട്. ഭാര്യ വീണ്ടും കുത്തി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ ഭരണാധികാരം ഇന്ന് കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് നോക്കുമ്പോൾ അൽ ഫക്കീർ, ഒരുപാട് ദരിദ്രന്മാരായ ആളുകളുണ്ട്, ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പടുവൃദ്ധന്മാരുണ്ട്, അവലംബമില്ലാത്തവർ, ആലംബമില്ലാത്തവർ, പല മനുഷ്യരുണ്ട്. ഇവരെ കുറിച്ചൊക്കെ നാളെ അള്ളാഹു എന്നോട് ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും എന്നതാണ് എന്റെ ബേജാർ. ആലോചിച്ചു, ഇന്ന് അടുത്താണ് ഇലക്ഷൻ കഴിഞ്ഞത്. ആളുകൾക്കൊക്കെ അധികാരം എന്ന് പറയുന്നത് തന്നെ ഒരു ലഹരിയാണ്, ഒരു ഭ്രമമാണ്. അധികാരം കിട്ടാൻ ആളുകൾക്ക് തിരക്കുണ്ട്. അധികാരം കിട്ടുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ഫക്കീറന്മാരുടെ ലിസ്റ്റും അവരുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മൾ ഇലക്ഷന്റെ സമയത്ത് കണ്ടത്. ആരെ കുറിച്ച് കള്ളവോട്ട് ചെയ്യാൻ വന്നാലും അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. ആൾ എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്.
അത് ഇലക്ഷന് മുമ്പുണ്ട്, ശേഷമുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. ഇന്ന ഫക്കീർ എന്റെ വാർഡിലുണ്ട്, ശരി, അവർക്ക് വേണ്ട നീതി ഞാൻ കൊടുത്തിട്ടുണ്ടോ? അവന് വേണ്ട സംരക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഉമറിനെ കരയിപ്പിച്ചത് അതായിരുന്നു. രണ്ട് ഉമറിന്റെയും കഥ അങ്ങനെയാണ്. കരയിപ്പിച്ചത് അതായിരുന്നു. ഫലനസ്അലന്നഹും, ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും, അജ്മഈൻ, നിങ്ങളോട് എല്ലാവരോടും. കാരണം അള്ളാഹു ഹസീബാണ്, അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അള്ളാഹു നമ്മളോട് ചോദിക്കും. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസം ഒരു സഹാബി പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറയാൻ, പ്രവാചകന്റെ മറ്റൊരു ശിഷ്യനെ കുറിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അദ്ദേഹം ഇന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയാണ്, നീ നിന്റെ സഹോദരന്റെ നടുവൊടിച്ചു എന്നാണ്. പലപ്പോഴും പല ആളുകൾ എന്തെങ്കിലും നല്ല ചെയ്താൽ നമ്മൾ ആളുകളെ കുറിച്ച് വല്ലാതെ പുകഴ്ത്തി പറയാറുണ്ട്, മരിച്ചാലും നമ്മൾ അതൊക്കെ പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ പറയാൻ, നീ അവന്റെ കെഴുത്തൊടിച്ചു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിനക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് വല്ലാതെ പുകഴ്ത്തി പറയണമെങ്കിൽ, ലാ മഹാല, നിനക്ക് പറഞ്ഞേ പറ്റുമെങ്കിൽ നീ ഇങ്ങനെ പറയണം, അഹ്സിബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു, അഹ്സിബു ഫുലാനൻ, എന്നാളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. നല്ല മനുഷ്യനായിരുന്നു, കൃത്യമായി ജമാഅത്തിന് വരാറുണ്ടായിരുന്നു, നല്ല ദീനി പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അഹ്സിബു ഫുലാനൻ, അങ്ങനെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. വല്ലാഹു ഹസീബുഹു, പക്ഷെ അവന്റെ ഹസീബ് ആരാണ്? അത് അള്ളാഹുവാണ്. അവൻ എന്തായിരുന്നു എന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതാരായിരുന്നു എന്ന് അള്ളാഹുവിനെ അറിയും. നീ അങ്ങനെ പറയണം, നീ അങ്ങനെ പറയണം. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു സഹാബി മറ്റൊരു സഹാബിയെ കുറിച്ച് പറയുമ്പോഴാണ് എന്ന് നമ്മൾ ഓർക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവരാണ്. പക്ഷേ എന്തിനാ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടി. ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ നമ്മൾ വല്ലാതെ പുകഴ്ത്തി പറയും. പല ആളുകൾ എന്തെങ്കിലും സംഭാവന ചെയ്താൽ സമ്മേളനം വിളിക്കുന്നു, ആളെ കുറിച്ച് വല്ലാതെ പറയുന്നു, അദ്ദേഹത്തിന്റെ നീയത്ത് തന്നെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെയുണ്ട്. ചില ആളുകൾക്ക് കൊടുക്കുമ്പോൾ നല്ല നീയത്ത് ഉണ്ടാവും, പക്ഷെ വല്ലാതെ അപ്രിസിയേറ്റ് ചെയ്താൽ ആളുകളുടെ നീയത്ത് ബാത്തിലായി പോകും. അതുകൊണ്ടാണ് നീ നിന്റെ സഹോദരന്റെ കെഴുത്തൊടിച്ചു എന്ന് പറയാം. നല്ല ഒരു നീയത്ത് ചെയ്ത അമലാണ്. നിന്റെ പറച്ചിൽ കാരണം അദ്ദേഹത്തിന്റെ നീയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, ഒരാളെ കുറിച്ചും നമുക്ക് അയാൾ സ്വർഗത്തിലാണ്, ഇയാൾ ഷഹീദാണ്, ഇയാൾ വലിയാണ് എന്ന് പറയാൻ കഴിയില്ല. ആരാ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു, ഇത് ആരെങ്കിലും മരിക്കാൻ കാത്തിക്കാണ്. ആ സമയത്തേക്ക് അദ്ദേഹത്തെ വലിയാക്കി, ജാറമുണ്ടാക്കി, ഉറൂസുകൾ നടത്തി. നമ്മൾ എത്ര ആളുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്? മരണപ്പെടുന്ന അതേ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ജാറ ഉണ്ടാക്കുകയാണ്, മക്ബറ ഉണ്ടാക്കുകയാണ്, പിരിവ് തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുന്ന മുസ്ലിങ്ങളെ നമ്മൾ ആലോചിക്കൂ. ഇതൊക്കെ ഒരു കച്ചവട കണ്ണിൽ വായിച്ചാൽ ഇതിന്റെ വാണിജ്യ താല്പര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസല്ലേ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. ഇതെന്താ നമ്മൾ കാണാതെ പോകുന്നത്? ഒരാളെ കുറിച്ചും ഇന്ന ആള് വലിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. മരിക്കുന്നതിന് മുമ്പേ വലിയാണ്. മരിച്ചാലോ അദ്ദേഹം ഇന്നിന്ന സ്ഥാനങ്ങളുള്ള വലിയാണ്, അദ്ദേഹത്തിന്റെ മക്ബറയുണ്ട്, ഇന്നിന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ബോർഡുകൾ കാണുന്നത്. ഇന്ന് പറഞ്ഞിട്ടാണ് സംഭാവനകൾ നടക്കുന്നത്, ഉറൂസുകൾ നടക്കുന്നത്. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നൊരു മനുഷ്യനെ കുറിച്ച് പോലും വലിയാണെന്ന് പറയാൻ കഴിയില്ല. സഹാബാക്കളെ കുറിച്ചല്ലേ പറഞ്ഞത്? അഹ്സിബു ഫുലാനൻ, നിനക്ക് പരമാവധി പറയാം, അഹ്സിബു ഫുലാനൻ, അങ്ങനെ നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. വല്ലാഹു ഹസീബുഹു, അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് വിചാരണ ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മൾ സഹാബാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാൻ റഹീം അല്ലാഹ്, അള്ളാഹു റളി അല്ലാഹു തആല റളി അല്ലാഹു തആല അൻഹു, അവരിൽ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് നമ്മൾ ഭൂതകാലക്രിയ വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ സഹാബാക്കൾ ഒഴിച്ച് താബിഈങ്ങൾ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ആരൊക്കെ പിറന്നു വീണുവോ അവരെ കുറിച്ച് ആരെക്കുറിച്ചും ഇന്നാള് സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നാൾ അള്ളാഹുവിന്റെ വലിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അഹ്സിബു ഫുലാനൻ, അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നമ്മൾ പറയാറുണ്ട്. ചില ആളുകളെ കുറിച്ച് ഹഫിളഹുല്ലാഹ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം, അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയാണ്. പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നൊരു പ്രഖ്യാപനം നമ്മൾ പറയുകയല്ല. അതുകൊണ്ടാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദയുടെ വീട്ടിൽ പോയപ്പോൾ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയാണ് നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ നമ്മൾ അതിഥിയായി ക്ഷണിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, റാഹത്തിൽ നമുക്ക് ഭക്ഷണം തന്നു, നമുക്കൊരു ബാധ്യതയുണ്ട് ആ വീട്ടുകാർക്ക് വേണ്ടി, ഭക്ഷണം ഒരുക്കിയവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന പരിശോധിച്ച് നോക്കും. അക്കല തുആമുകുമുൽ അബ്റാർ, അക്കല തുആമുകുമുൽ അബ്റാർ വഅഫ്തറ ഇൻദകുമുസ് സായിമൂൻ വസല്ലത്ത് അലൈക്കുമുൽ മലായിക വദകറകുമുല്ലാഹു ഫീമൻ ഇൻദ. ഇതാണ് പ്രാർത്ഥന. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഭക്ഷണം തന്നാൽ നടത്തേണ്ട പ്രാർത്ഥനയായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അക്കല തുആമുകുമുൽ അബ്റാർ, അക്കല എന്ന് പറഞ്ഞാൽ തിന്നു എന്നാണല്ലോ. ആ പ്രാർത്ഥനയുടെ നേർക്ക് നേരെ അർത്ഥം വെച്ചാൽ എന്താ അർത്ഥം വരിക?
നിങ്ങളുടെ അടുക്കൽ വെച്ച് മഹത്തുക്കൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഇതാരാ പറയുന്നത്? തിന്ന ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ മഹാനാണ് എന്ന് പറയല്ലേ എന്ന് പറയാം. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അക്കല ത്വആമുകുമുൽ അബ്റാർ, നിങ്ങളുടെ അടുക്കൽ വെച്ചിട്ട് മഹത്തുക്കൾ ഭക്ഷണം കഴിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. അഫ്തറ ഇൻദകുമുസ് സായിമൂൻ, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് മുറിച്ചു എന്നല്ല, നല്ല നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് മുറിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. വസല്ലത്ത് അലൈക്കുമുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ്. വദക്കറകുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു നിങ്ങളെ കുറിച്ച് അവരുടെ ചുറ്റുമുള്ളവരോട് നല്ലത് പറയട്ടെ. ഇത് പ്രാർത്ഥനയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് പ്രിയമുള്ളവരെ, നമ്മൾ ഏതൊരാൾ മരിച്ചാലും ഏതൊരാൾ എത്ര തന്നെ നന്മ ചെയ്താലും നമ്മൾ അദ്ദേഹത്തെ വലിയായി പ്രഖ്യാപിക്കുകയല്ല, ഷഹീദായി പറയുകയല്ല, മറിച്ചോ ഹസിബു ഫുലാനൻ വല്ലാഹു ഹസീബു. ഇത് പ്രത്യേകം പഠിക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ടാമത്തെ ഹസീബിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും മതിയായവനാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്താൽ ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതി. വിശുദ്ധ ഖുർആൻ പറയാം. പലപ്പോഴും നമ്മൾ തവക്കുൽ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ആലോചിക്കണം, പൂർണ്ണമായ തവക്കുലാണോ നമ്മൾ ചെയ്തത് എന്ന് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നല്ലത് മാത്രമേ തരൂ എന്ന തവക്കുൽ, എനിക്ക് എന്തെങ്കിലും ഷർറുണ്ടെങ്കിൽ അള്ളാഹു തട്ടിത്തരും എന്ന ഉറച്ച ബോധ്യമുണ്ടോ? ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതി. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്. ഇതൊക്കെ പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾ പലപ്പോഴും അള്ളാഹു നമ്മൾ ഏറ്റെടുക്കാനുള്ള പ്രാർത്ഥന കൂടിയാണ്, നമ്മളത് മനസ്സിലാക്കാറില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനോഹരമായ പ്രാർത്ഥനയാണ്, വളരെ ചെറിയ പ്രാർത്ഥന കൂടിയാണ്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തു. ഇങ്ങനെ പറഞ്ഞാൽ ഹദീസിന്റെ വാക്യം കാണാം, അവനോട് പറയപ്പെടും ഫഖദ് ഹുദീത്, നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ചു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വഴിതെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ടല്ലോ. ഇന്നലെ ക്രിസ്മസ് ആണ് നടന്നത്. എത്ര മെട്രോപോളിയൻ സിറ്റികളിലാണ് ഇന്നലെ ആഘോഷങ്ങൾ നടന്നത്, ലഹരി പബ്ബും മറ്റുമായി എത്ര ആഘോഷങ്ങൾ. ഇനി ന്യൂ ഇയർ വരാൻ പോവാണ്, അതും ആഘോഷമാണ്. ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വഴിതെറ്റാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. നല്ല നീയത്തിലാണ് പുറത്തിറങ്ങുന്നത്, കച്ചവടമാണ്, മാർക്കറ്റിൽ പോയിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഈ ദുആ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ അഴിമതിയും നടക്കുന്നുണ്ട്. ഫഖദ് ഹുദീത്, അള്ളാഹു നിനക്ക് ഹിദായത്ത് തരും, അതാണ് ഒന്നാമത്തത്. വഖുഫീത്, അള്ളാഹു നിന്നെ ഏറ്റെടുക്കും. നമ്മൾ യാത്ര ചെയ്യാണ്, ഫ്ലൈറ്റ് ക്യാൻസലായി പോവാം, വാഹനം ബ്രേക്ക് ഡൗൺ ആയി പോവാം, മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകാം. വഖദ് ഖുഫീത്, അള്ളാഹു നിന്നെ ഏറ്റെടുക്കും, യാത്ര എളുപ്പമായി പോകും. അവസാനം പറയുന്നത് വഖീത്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നമ്മൾ ആലോചിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്ന കാലഘട്ടത്തിൽ വല്ലാതെ റോഡ് ആക്സിഡന്റുകളൊന്നും വർദ്ധിക്കാത്തൊരു കാലമാണ്. ഫഖദ് വഖീത്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇന്ന് ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന പല വീഡിയോയിലും അങ്ങനെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ആക്സിഡന്റ്. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമെന്നാണ്. സൂറത്തു തലാഖിൽ അള്ളാഹു പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അള്ളാഹു ഏറ്റെടുത്താൽ അവൻ അള്ളാഹു മതി എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മൾ അറിയാറുണ്ട്. പക്ഷെ പല ആളുകളും പറയാം, ഞാൻ അങ്ങനെ തവക്കുൽ ചെയ്തിട്ട് എന്റെ കാര്യമൊന്നും നടക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അവിടെ മറ്റൊരു ആയത്തും കൂടെ നമ്മൾ കേൾക്കണം. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു അളവ്, ഒരു കാലം, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പാട് തരാൻ ഇത് നമ്മുടെ ഏതെങ്കിലും ഓഫീസ് ഒന്നും അല്ലല്ലോ. ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നിനക്ക് എപ്പോ വേണം എന്ന് എനിക്കറിയില്ല, നിനക്ക് ഉചിതമായ സമയം ഏതാണോ ആ സമയത്ത് അള്ളാഹു തരിക തന്നെ ചെയ്യും. നീ ചോദിച്ചത് ഇതാണ്, അതിനേക്കാൾ നല്ലത് മറ്റൊന്നാണെങ്കിൽ അള്ളാഹു അത് തരും. അതുകൊണ്ടാണ് നിങ്ങൾ തവക്കുൽ ചെയ്തു, അള്ളാഹു നിങ്ങൾ ഏറ്റെടുത്തു, നിങ്ങൾക്ക് വേണ്ടത് അവൻ നിങ്ങൾക്ക് തരികയാണ്. അള്ളാഹു ഹസീബ്, അള്ളാഹു ഹസീബാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ വലിയ ഖലീഫയാണ്. അദ്ദേഹം ആയിഷ ബീവിയോട് ഒരു ഉപദേശം ചോദിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട്. ആയിഷ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. മഹദി, നിങ്ങൾ എനിക്കൊരു ഉപദേശം പറഞ്ഞു തരണം, പക്ഷേ വല്ലാതെ നീട്ടിപ്പറത്തി പറയരുത്, കുറച്ച് പറഞ്ഞാൽ മതി. ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തു ആയിഷ ബീവി. അസ്സലാമു അലൈക്കും അമ്മാ ബഅദ്, സലാം പറഞ്ഞു, ഒരൊറ്റ ഉപദേശം. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരൊറ്റ ഹദീസാണ്. മൻ ഇൽതമസ റിളാ അല്ലാഹി ബിസഖ്തിൻ നാസ്, മനുഷ്യന്റെ വെറുപ്പ് അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യൻ തേടിയാൽ കഫല്ലാഹു മുഅ്നതൻ നാസ്, അള്ളാഹു മനുഷ്യരെ തൊട്ടുള്ള എല്ലാ ഷർറും അള്ളാഹു നീക്കിത്തരും. വമൻ ഇൽതമസ റിളാ അന്നാസി ബിസഖ്തില്ലാ, അള്ളാഹുവിന്റെ ദേഷ്യം അവഗണിച്ചുകൊണ്ട് മനുഷ്യരുടെ തൃപ്തിയാണ് ഒരു മനുഷ്യൻ തേടുന്നതെങ്കിൽ വക്കലഹുല്ലാഹു ഇലന്നാസ്, അള്ളാഹു ജനങ്ങളെ തന്നെ ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമെന്നാണ്. ജനങ്ങളെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കില്ല. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ കത്ത് അവസാനിപ്പിക്കും. നമ്മൾ ആലോചിച്ചു, അള്ളാഹുവിന്റെ തൃപ്തിയിലാണോ ജീവിക്കുന്നത്, അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കുമെന്ന്. അള്ളാഹുവിന്റെ തൃപ്തിയിലാണോ ജീവിക്കുന്നത്, അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. അതുകൊണ്ടാണ്
അള്ളാഹു ഹസീബാണ് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്കൊക്കെ കൃത്യമായി തവക്കുൽ ചെയ്യാനും ആ തവക്കലിലൂടെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. റജബ് മാസത്തിന്റെ പുണ്യവും അതിന്റെ പോരീശയൊക്കെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരൊറ്റ വാക്യം മാത്രം മതി. റജബിന്റെ മഹത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രം സ്ഥിരപ്പെട്ട ഒരു മഹത്വമല്ല. ഖുർആൻ പറയുന്നത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽ റജബിന് മഹത്വമുണ്ട്. 4 മാസങ്ങളാണ് അശ്ഹുറുൽ ഹുറും, അതിലൊരു മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ മഹത്വമുള്ള ഒരു മാസത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. എന്താ നമ്മളുടെ ഒരു ഡ്യൂട്ടി? ആ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല പ്രവർത്തനങ്ങളാണ്. നല്ല അവസരങ്ങളിൽ നല്ല അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു ഇരട്ടിക്കിരട്ടിയായ പ്രതിഫലം തരുമെന്നാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ പറയുന്നുണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരം മാസങ്ങളിൽ തിന്മകൾ ചെയ്തു പോകരുത്. ചില പണ്ഡിതന്മാരെ പറയാം, റമളാനിൽ നിങ്ങൾ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുണ്ട് അശ്ഹുറുൽ ഹുറുമിൽപ്പെട്ട ഒരു മാസത്തിൽ തിന്മ ചെയ്യുന്നത്. കാരണം അതിന്റെ പേര് തന്നെ അൽ ഹുറും. ചില ആളുകൾ പറഞ്ഞത് ഹറാമുകൾ ചെയ്യാതിരിക്കാൻ, അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് അൽ അശ്ഹുറുൽ ഹുറും എന്ന പേര് തന്നെ കൊടുത്തത്. ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, റജബിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റമളാൻ നമ്മളിലേക്ക് അടുത്തു എന്നൊരു സൂചന കൂടിയാണ് റജബ്. റജബ് ഒരു കാറ്റാണ്, ശഅബാൻ ഒരു മേഘമാണ്, റമളാൻ ഒരു മഴയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റജബിൽ കാറ്റുകളെ പോലെ പ്രവർത്തിക്കണം, അമലുകൾ കൊണ്ട് നമ്മൾ ഒരു ശക്തി ഉണ്ടാക്കണം. ശഅബാനിൽ അതൊരു മേഘമായി ഉരുണ്ടുകൂടണം, റമളാനിൽ അതൊരു മഴയായി പെയ്യണം എന്ന് തയ്യാറെടുക്കണം. റജബിന് നമ്മൾ തയ്യാറെടുക്കണം. അള്ളാഹു റമളാനിനെ അത്തരത്തിൽ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ, വരവേൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, SIR വിഷയത്തിൽ SIR സംസ്ഥാന തലത്തിൽ നിലവിൽ വന്ന മുസ്ലിം സംഘടനയുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയായ SIR വാച്ച് പയ്യന്നൂർ മണ്ഡലം നടത്തിയ യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് അതിന്റെ ഒരു കരട് രേഖ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 25 ലക്ഷം ആളുകളുടെ പേരുകൾ നിലവിലില്ല എന്നതാണ്. പക്ഷെ അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജനുവരി 22 വരെ ഒരു സമയം നമുക്കുണ്ട്. ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത്തരം വോട്ടർ പട്ടികയിൽ, ഇപ്പൊ കരട് രേഖയിൽ പേരില്ലാത്ത ആളുകൾക്കും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പേര് ചേർക്കാനുള്ള അവസരം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായം ചെയ്യാൻ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ അർത്ഥത്തിലും 18 വയസ്സ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ പോലും വോട്ടവകാശം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിൽ നമ്മൾ അടയാളപ്പെടുത്താനുള്ള ഒരു ടൂളാണ്. എന്റെ അസ്തിത്വത്തെ തന്നെ അടയാളപ്പെടുത്താനുള്ള ഒരു ടൂളാണ്. പ്രവാസികളടക്കം ഒരാളും നിസാരവൽക്കരിക്കാതെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക. പേര് നഷ്ടപ്പെട്ടവർ ആ ഡേറ്റിനുള്ളിൽ പേരുകൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായി നിങ്ങൾ ബന്ധപ്പെടുക. അള്ളാഹു നമ്മുടെയൊക്കെ ദുനിയാവും നമ്മുടെയൊക്കെ ആഖിറവും എല്ലാ രീതിയിലും ഖൈറ് ബറക്കാത്തുകളും കൊണ്ട് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ കൃത്യമായി തവക്കുൽ ചെയ്യുകയും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും ഒക്കെ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും ദുരിതങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ എല്ലാ പരലോക ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. ഇണകളില്ലാതെ പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച്
നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم.